ഒരു ട്രക്കിൽ ശരിക്കും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ടാകും. മെയിനായിട്ട് ഇപ്പോൾ കുക്ക് ചെയ്യാനും അതുപോലെ നമുക്ക് ഉറങ്ങാനും അതുപോലെ അങ്ങനത്തെ ഒരുവിധം എല്ലാ സെറ്റപ്പും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഉറങ്ങാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്, ഒരാൾക്ക് മാത്രമാണ് ഞാനിപ്പോൾ കണ്ടത്. ഇനി മുകളിൽ വേറെ ഉണ്ടോയെന്ന് അറിയില്ല. അതെന്തോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ രണ്ടാൾക്കും കിടന്നുറങ്ങാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അടിയിൽ കുക്ക് നമ്മളപ്പോൾ ഒരു മല ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ മല ഇറങ്ങി വരുമ്പോൾ നമുക്ക് കുറേ ദൂരെ ആ ഒരു ഡനാങ് സിറ്റി കാണാൻ പറ്റും. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആട്ടോ. അത് നമുക്ക് ജസ്റ്റ് നേരിട്ട് കണ്ടാൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾ വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ ഡനാങ്ങിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വ്യൂ ഉള്ളത്. അതൊരിക്കലും ഹോച്ചിമിൻ സിറ്റിയിലും അതുപോലെ ഹനോയിലും കിട്ടൂല. ഇതുപോലെ ബീച്ചസ് ഒന്നും ഉണ്ടാവില്ല. അത് ഡനാങ്ങിൽ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ വിയറ്റ്നാമിൽ എത്തിയിട്ടോ. എന്നിട്ടിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റ പൈസ ഇല്ല. വിയറ്റ്നാമി ഡോങ് ആകെ ഉള്ളത് 2 കൊല്ലം മുമ്പ് ഞാൻ സേവ് ചെയ്ത് വെച്ചൊരു ഒരു ക്രേസിൻ്റെ പുറത്ത് സേവ് ചെയ്ത് വെച്ച 10,000 ഡോങ് മാത്രമാണ്. എന്ന് വെച്ചാൽ നാട്ടിലെ 30 റുപ്യ മാത്രമാണ്. വേറൊറ്റ പൈസ ഇല്ല. എന്നിട്ട് നടക്കാൻ വിചാരിച്ച. പിന്നെ അവിടെ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു കേട്ടോ. മൂപ്പരോട് ഞാൻ കുറേ ചോദിച്ച്, ഞാൻ വണ്ടി കയറട്ടെ എന്ന് വെച്ചു ഡനാങ്ങിലേക്ക്. മൂപ്പർക്ക് തീരെ ഒരു മനസ്സിലാവുന്നില്ല എന്താ കാര്യം എന്ന്. അങ്ങനെ ലാസ്റ്റ് പോകാൻ എല്ലാത്തിനും ഹാ എന്ന് പറഞ്ഞു. ആ വണ്ടി കയറാൻ നോക്കിയപ്പോൾ വേണ്ട പറഞ്ഞു. അതുപോലത്തെ ഒരു ഫൈനലി ഗായ്സ് ഞാൻ കണ്ടുപിടിച്ചു. ഇതാ ATM. ഇവിടെ പൈസ ഇല്ലായിരുന്നു. ഞാനിവിടെ വേറൊരു ATMിലേക്ക് വന്നാട്ടോ. ഇവിടെ ഇല്ലെങ്കിൽ കുടുങ്ങി. ഒന്നും ചെയ്യാൻ സമയത്ത് ക്ലോസ് ആയിട്ടോ, ടെമ്പററി ക്ലോസ്ഡ്. അപ്പോൾ ആ ATMിലും ക്യാഷ് ഇല്ല കേട്ടോ. 5 or 6 ആൾക്കാർ ക്യാഷ് എടുത്തതിന് ശേഷം ഞാൻ എടുക്കാൻ പോയപ്പോഴാണ് ആ ഒരു ATM ക്ലോസ് ആയത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഫ്രസ്ട്രേഷൻ മൂലം ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അത് മ്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 2 മണിക്കൂറോളമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാൻ ക്യാഷ് ഇല്ല, ഒറ്റ പൈസ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ട്രക്ക് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് പോകേണ്ടത് ഇപ്പോൾ ബോർഡറിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡനാങ് എന്ന് പറയുന്ന സിറ്റിയിലോട്ടാട്ടോ. എൻ്റെ കയ്യിൽ ഒറ്റ ക്യാഷും ഇല്ല. അപ്പോൾ അതുകൊണ്ട് OC അടിച്ച് തന്നെ പോകണം. അപ്പോൾ എനിക്കൊരു ട്രക്ക് കിട്ടിയെങ്കിൽ പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഞാൻ പറയുന്ന പുള്ളിക്കാരൻ പറയുന്നത് എനിക്കും ഒട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ പിന്നെ ജസ്റ്റ് കൈ കാണിച്ചപ്പോൾ പെട്ടെന്ന് നിർത്തിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ ചാടി കയറിയതാണ്. വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഏകദേശം ഓക്കെയാണ്, വലിയൊരു പ്രശ്നമില്ലാത്ത പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഈ ട്രക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ഹോൾ ട്രക്കാട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം കുറേ ദൂരം, ഏകദേശം ഒരു 400-500 കിലോമീറ്റർ പ്ലസ് പോകുന്ന ട്രക്കാണ്. നിങ്ങൾ മുമ്പ് ട്രക്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ട്രക്കിൽ ശരിക്കും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ടാകും. മെയിനായിട്ട് ഇപ്പോൾ കുക്ക് ചെയ്യാനും അതുപോലെ നമുക്ക് ഉറങ്ങാനും അതുപോലെ അങ്ങനത്തെ ഒരുവിധം എല്ലാ സെറ്റപ്പും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഉറങ്ങാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്, ഒരാൾക്ക് മാത്രമാണ് ഞാനിപ്പോൾ കണ്ടത്. ഇനി മുകളിൽ വേറെ ഉണ്ടോയെന്ന് അറിയില്ല. അതെന്തോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ രണ്ടാൾക്കും കിടന്നുറങ്ങാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അടിയിൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചെറിയ സിലിണ്ടറില്ലേ നമ്മുടെ നാട്ടിലെ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ അവിടെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സ്പോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ തണുത്ത പ്രോഡക്റ്റ്സ് ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ട്രക്കിൽ ഞാൻ കൂടുതലും കണ്ടത് ഒരാൾ മാത്രമേ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ, 2 പേര് അങ്ങനെ പോകുന്നില്ല. നോർമലി ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും അതുപോലെ കാനഡയിലത്തെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിലൊക്കെ കണ്ടിട്ടുണ്ട് 2 പേരൊക്കെ പോകുന്നുണ്ട്. കാര്യം ഒരാൾ ഉറങ്ങും, ഒരാൾ ഡ്രൈവ് ചെയ്യും, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാൾ മാത്രമാണ് കൂടുതലും ഞാൻ കണ്ടത്. ഇവർ അറ്റ് എ ടൈമിൽ ഇവർ ഉറങ്ങിയതിന് ശേഷം വണ്ടി ഓടിക്കുക, ആ ഒരു ബേസിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആള് നൈസാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ചൂടാവും. Can you see here? മ്യൂസിക് കേൾക്കാൻ പറഞ്ഞു. പക്ഷെ ഭയങ്കരമായിട്ട് ചൂടാവും കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊരു മാലിക്കാക്ക എന്ന് പറഞ്ഞ കാക്കുണ്ട്, ഏകദേശം മൂപ്പരാതിരിയാണ്. പെട്ടെന്ന് ഇയാൾ എന്ത് കാര്യത്തിനും ചൂടാവും. കാര്യം എന്താ വെച്ചാൽ ഊബർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് ഊബർക്ക് തീരെ മനസ്സിലാവുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ. ഊബർക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് ഊബറിനോട് ഒരു കാര്യം പറയുന്ന നേരം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവണം, അത് തീരെ ആവുന്നില്ല. പിന്നെ എങ്ങനെയോ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടൊക്കെ ഡനാങ്ങിന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഊബർക്ക് ആൾ മനസ്സിലായി. പിന്നെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ബാക്കിൽ വേണമെങ്കിൽ കിടന്നോളാനൊക്കെ പറഞ്ഞ്, പിന്നെ വെള്ളം തന്ന്, എല്ലാവരും റെഡ് ബുള്ളൊക്കെ തന്ന്. റെഡ് ബുൾ എൻ്റെ ലൈഫിൽ രണ്ടാമത്തെ വട്ടം കുടിക്കുന്നത്. ഒന്നാമത്തെ വട്ടം ഭയങ്കരമായിട്ട് ക്യാഷ് നോക്കാണ്ട് വാങ്ങിയതാണ്. ഇപ്പോൾ പിന്നെ ഇപ്പോഴാട്ടോ കുടിക്കുന്നത്. യെസ്, അപ്പോൾ ഇത് ഭയങ്കര ഡള്ളാട്ടോ.
പക്ഷേ ആക്ച്വലി വിയറ്റ്നാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ലാവോസിനെ കമ്പയർ ചെയ്യുമ്പോൾ വിയറ്റ്നാം ഓക്കെയാണ്. ഇപ്പോൾ നല്ല മഴക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. പിന്നെ വിയറ്റ്നാം നിങ്ങൾക്ക് അറിയാമല്ലോ, ഏകദേശം ഒരു മിനി ചൈന എന്നൊക്കെ പറയുന്നതാണ്. ഏകദേശം ഇതും ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്. പക്ഷെ നല്ല ആൾക്കാരാട്ടോ എല്ലാം കൊണ്ടും. ഞാൻ ഇതിന് മുമ്പും വിയറ്റ്നാമിൽ വന്നിട്ടുണ്ട്. അപ്പോഴും എനിക്ക് അന്ന് ഏകദേശം 8 കൺട്രീസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിയറ്റ്നാം തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് ജമ്മുന്ന് ശ്രീനഗറൊക്കെ പോകുന്നൊരു വൈബും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഫുള്ളൊരു ഹെയർ പിന്നൊക്കെ ആയിട്ട്. ഇയാൾ നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. ഞാൻ വിചാരിച്ച പോലെ അല്ല, നല്ല എക്സ്പേർട്ട് ഡ്രൈവറാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ മിറേഴ്സ് കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി തോന്നി. ഞാൻ ഫസ്റ്റ് ടൈം ആ ട്രക്കിൽ കയറുന്നത് തന്നെ. ഇവർക്കിപ്പോൾ ഉറങ്ങണം തോന്നുകയാണെങ്കിൽ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കും, എന്നിട്ട് അവിടെ ചെറുതായിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് അതിന് ശേഷം ഞാനിപ്പോൾ കൂടുതലും കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അത്ര, പിന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന അത്ര വലിയ ബോറ് പരിപാടിയാണെന്ന് പറയാൻ പറ്റൂല കേട്ടോ. അത്ര വലിയ ബോറ് പരിപാടിയൊന്നുമല്ല. കാര്യം ഒറ്റയ്ക്ക് നിങ്ങൾ സോളോ ട്രാവൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് കിട്ടുന്ന സംഭവമാണ്. നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും ആ ഒരു യാത്ര. പിന്നെ നമുക്ക് ഗ്യാങ് ആയിട്ട് പോയാൽ അത്ര അങ്ങോട്ട് തൃപ്തി വരില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, എനിക്ക് ഒരിക്കലും ആ തൃപ്തി കിട്ടിയിട്ടില്ല. പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തതിന് ശേഷം പിന്നെ ഗ്യാങ് ആയിട്ട് പോയപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഓക്കെ, സോളോ യാത്രയും അതുപോലെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നത് ഏകദേശം ഒരുപോലെയാണ്. വലിയ മാറ്റം. നമ്മളപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളമായിട്ട് ഇപ്പോൾ ട്രക്ക് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിക്കുക. അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് തന്നിട്ട് ഇവിടെ തലയണ ഉണ്ട്, അതുപോലെ വേറെ എന്താണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. വേണമെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് കിടന്നുറങ്ങാം കേട്ടോ. ഉറങ്ങുന്ന നേരമുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് തല മുക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ബാഗ് ഇവിടെ ഉണ്ട്, അതുപോലെ ഡ്രസ്സ് ഉണ്ട്, തലയണ ഉണ്ട്. നല്ല വൈബാണ് അങ്ങനെ കിടക്കാൻ. പിന്നെ ഇതൊക്കെ മൂപ്പര് കുടിച്ച ഡ്രിങ്ക്സ് കേട്ടോ. ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ മദ്യമല്ല, മൂപ്പര് ഇതിൻ്റെ ഷെയ്ക്ക് അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒക്കെ ആ ബോക്സിൽ കുറേ ഉണ്ടായിരുന്നായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്ന് ഉണ്ടായിരുന്നു ആ റെഡ് ബുൾ മാത്രമേ ഞാൻ മൂപ്പരിക്ക് എടുത്ത് തരുന്നത്. ഇനിയിപ്പോൾ അതിലാകെ പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. തണുത്ത പിടിച്ചപ്പോൾ 1 മണിക്കൂർ നല്ലോണം ഉറങ്ങിയിട്ടോ. എന്ന് വെച്ചാൽ ഒരു ഹാഫ് ഉറക്കും. അതായത് പെട്ടെന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അന്നപ്പോൾ തന്നെ എണീക്കുന്നുള്ള അങ്ങനത്തെ ഉറക്കും. പിന്നെ ഞാൻ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇത്രയും നേരമായിട്ട്. നമ്മൾ ഇന്നലെ കഴിച്ച ആ ഒരു കബാബും അതുപോലെ റൈസൊക്കെ അല്ലേ ഇന്നലെ മറ്റേ ആ ബുദ്ധ ടെമ്പിളിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ ആ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ. എടുക്കുക നമ്മളങ്ങനെ OICTയിലേക്ക് എത്തിക്കിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് വിയറ്റ്നാമിൽ കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. നമ്മുടെ നാട്ടിലെ ഒരു തൃശ്ശൂർ തിരൂരൊക്കെ പോലത്തെ ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ട്രെയിനിൽ വേണമെങ്കിൽ ഡനാങ്ങിലേക്ക് പോവാം. പക്ഷേ ഈ സമയത്ത് പോയ ട്രെയിനില്ലെങ്കിലോ നേരം വെക്കൂലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ പോവാം, ട്രക്കിൽ തന്നെ ഇരിക്കാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് ഇവിടെ ഗോൾഡൻ ബ്രിഡ്ജ് ആട്ടോ മെയിൻ ലക്ഷ്യം, ടാസ്ക്. ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് വാളി പോകുന്നുണ്ട്, നല്ലോണം ഉറക്കം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു തുരങ്കം ടണലുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 200 കിലോമീറ്റർ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്താൻ ചാൻസ് ഉണ്ട്. 45 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഡനാങ്ങിലോട്ട്. അവിടുന്ന് ഇനി ഗോൾഡൻ ബ്രിഡ്ജ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നോക്കും. ചിലപ്പോൾ ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും വിളിച്ച് പോകേണ്ടി വരും. പക്ഷേ ടാക്സി എന്തായാലും ഞാൻ വിളിക്കില്ല, ഉറപ്പാണ് പൈസ ഇല്ലല്ലോ. അതിനെക്കൊണ്ട് എന്തായാലും നമ്മൾ നോക്കാം. ഇനിയിപ്പോൾ 45 കിലോമീറ്റർ കൂടെ ഉള്ളൂ.
ഗൈസ് നമ്മളപ്പോൾ ഒരു മല ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ മല ഇറങ്ങി വരുമ്പോൾ നമുക്ക് കുറേ ദൂരെ ആ ഒരു ഡനാങ് സിറ്റി കാണാൻ പറ്റും. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആട്ടോ. അത് നമുക്ക് ജസ്റ്റ് നേരിട്ട് കണ്ടാൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾ വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ ഡനാങ്ങിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വ്യൂ ഉള്ളത്. അതൊരിക്കലും ഹോച്ചിമിൻ സിറ്റിയിലും അതുപോലെ ഹനോയിലും കിട്ടൂല. ഇതുപോലെ ബീച്ചസ് ഒന്നും ഉണ്ടാവില്ല. അത് ഡനാങ്ങിൽ മാത്രമേ ഉള്ളൂ. ഡ്രൈവിംഗ് അറിയെങ്കിലേ ട്രക്ക് ഓടിക്കാൻ ഒരു പ്രത്യേക സ്കില്ല് വേണം കേട്ടോ. അതുകൊണ്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉപരെങ്ങനെയാണ് കണ്ടില്ലേ, ഒരു വൈബല്ലേ. പ്ലീസ് നമ്മളിപ്പോൾ ഏകദേശം സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിൽ നിന്ന് ഈ ഡെസ്റ്റിനേഷനിൽ എത്താൻ കുറച്ച് ടാസ്ക് ആട്ടോ. അത് കുറേ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ ഇതുവരെ യാത്ര ചെയ്താൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന ഈ ഒരു ട്രിപ്പിലാട്ടോ, ഈ ഒരു ദിവസമാണ്. കാര്യം ഒന്നാമത് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് കൺട്രിയിലാണ് ഞാൻ എത്തിയത്, വിയറ്റ്നാമിലാണ് എത്തിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഒരാൾ ഇങ്ങനെ 250 കിലോമീറ്ററോളം ലിഫ്റ്റ് തന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും നല്ലൊരു അടിപൊളി ഡേ ഇന്നാട്ടോ. ഗൈസ് ഞാൻ വന്ന ട്രക്കാട്ടോ അത്. അപ്പോൾ ട്രാഫിക്കിലായിട്ട് ഇറങ്ങിയതാണ് എൻ്റെ നേരെ ഫ്രണ്ട്. ഇതെന്തോ ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രോഗ്രാമല്ല, വളണ്ടിയർ പ്രോഗ്രാമാണ്. അപ്പോൾ സിറ്റിയിലെത്തിട്ടോ. ഇനി ചെറിയൊരു പേടിയില്ലേ, ഇപ്പോൾ എന്താ ചെയ്യാം. സിറ്റിയിൽ നമുക്ക് എവിടെയും ടെൻ്റ് അടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ATM നോക്കണം, ATM നിന്ന് പൈസ എടുക്കണം. പൈസ എടുത്തതിന് ശേഷം എവിടെയെങ്കിലും പോയി എന്തേ കഴിക്കണം. മെയിനായിട്ട് അതാണ് ഫുഡ്. സിം കാർഡിൻ്റെ ഷോപ്പ് നേരെ പുറത്ത് തന്നെ കിട്ടും. അത് ഏതാ കമ്പനി ഒന്നും അറിഞ്ഞൂടെ. ജസ്റ്റ് നമുക്ക് മാപ്പ് നോക്കാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ സിം എടുത്തു കേട്ടോ. സിമ്മിന് ജസ്റ്റ് ഒരു ഏകദേശം 1.4 lakhs ഡോഗാണ് വരുന്നത്. 1.5 GB പെർ ഡേ, 30 days ആണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 400 സംതിങ് അത്രേ ആവുന്നുള്ളൂ പ്രൈസ്. ഈ ചേച്ചി ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് ഹായ് കാണിച്ചു. അപ്പോൾ ചെറിയൊരു സാൻഡ്വിച്ചാണ്. 10,000 ഡോഗാണ് കേട്ടോ ഇതിന് കോസ്റ്റ് വരുന്നത്. 10,000 ഡോഗ് ചെറിയ പൈസ ആണ്, ഏകദേശം 30 രൂപയേ ആവുന്നുണ്ട്. ചെറിയ ഫുഡ് കേട്ടോ, വലിയ ഫുഡൊന്നുമില്ല, ചെറിയ ഫുഡാണ്. തല കാട്ടിയാൽ മാത്രം മതി, വേണ്ട. അപ്പോൾ ഫുഡ് ചെറിയൊരു ബർഗർ പോലത്തെ ഒരു സാധനമാണ്. നാട്ടിലെ 30 രൂപയുള്ളൂ. അപ്പോൾ ഇത് നല്ല മസാല ഉണ്ടാകാനെ കൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാനൊരു സജഷൻ തരാം. ഈ പൈസ കുറവുള്ളവരെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഇതാണ് ഒരുമാതിരി കാണാനടിക്കുന്നത്. പിന്നെ ഒന്ന് എന്താ അറിയോ, ഈ ക്യാഷ് കുറവുള്ളവർ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ഞാൻ ജസ്റ്റ് ഒരു സജഷൻ തരാം. എന്നെപ്പോലെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ വിശക്കുന്നുണ്ടെങ്കിലും ചാടി കയറി വലിയ ഹോട്ടലിൽ കയറാൻ നിൽക്കരുത്. വലിയ ഹോട്ടലിൽ കയറുകയാണെങ്കിൽ നല്ലൊരു പൈസ പൊട്ടും, കയ്യിൽ നിന്ന് പോവും. ഓക്കെ, പിന്നെ വലിയ ഹോട്ടലാണെങ്കിലും ചെറിയ ഹോട്ടലാണെങ്കിലും തട്ടുകടാണെങ്കിലും ഫുഡിൻ്റെ ക്വാളിറ്റി ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ തട്ടുകട പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 30-40 രൂപക്ക് നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടും. എന്ന് വെച്ചാൽ വിശപ്പടക്കാനുള്ള ആ സംഭവം കിട്ടും. എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഈ ആന വാ വിളിക്കുമ്പോൾ അണ്ണാ വാ വിളിക്കുകയാണെങ്കിൽ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നെപ്പോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം മാത്രമായിട്ട് പറഞ്ഞത്. നിങ്ങൾ സജഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് ഏതെങ്കിലും നാട്ടിലൊക്കെ പോകുന്നേരം ഫുഡൊക്കെ നല്ലോണം കഴിക്കണ്ടേ, അല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് നല്ലോണം കഴിക്കണം. അതൊക്കെ 1-2 വട്ടം മാത്രം. ഓക്കെ, അല്ലാതെ ഒറ്റ വട്ടം മാത്രം. ബാക്കി നമ്മളിങ്ങനെ ലാവിഷായിട്ട് ഫുഡ് കഴിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടാട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വില ഉണ്ടാവും എന്നൊക്കെ നോക്കാം. ജസ്റ്റ് സിമ്പിളായിട്ടാട്ടോ അതൊക്കെ. സെയിം കമ്പനിയാണ്. വിയറ്റ്നാം അത്ര വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ. ഈ പായും തലയണയൊക്കെ തറയിലിട്ട് വിൽക്കും, സീനൊന്നുമില്ല.